ഇതെന്റെ സ്നേഹിതനാണ് നളിനി. ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഇതിന്റെ അമ്മ മരിച്ചുപോയി. വാങ്ങിക്കോളൂ. അകത്ത് വരും. എന്റെ അടുക്ക പറയാതെ തടിയൻ ഒരിടത്തും പോകാറില്ല. വല്ല ആപത്തും നേരിട്ടിരിക്കുമോ? ഏയ്, അതുണ്ടാവാൻ വഴിയില്ല. അവൻ ആള് മിടുക്കനാ. നമ്മുടെ കൂട്ടത്തിൽ ശക്തനുമാണ്. പക്ഷെ എന്റെ അത്ര ബുദ്ധിശക്തിയില്ല. ബോസ്, ഒരുപക്ഷെ ആരെങ്കിലും കിഡ്നിയപ്പം ചെയ്ത് കാണും. കിഡ്നാപ്പ് അല്ലടോ, കിഡ്നാപ്പ്. കിഡ്നാപ്പ് ഒരിക്കലും ഇല്ല. ഇനി ആരെങ്കിലും വല്ല ചതിപ്രയോഗവും പറ്റോ? ഒന്നും ഇപ്പൊ തീരുമാനിക്കാറായിട്ടില്ല. പിന്നെ നളിനി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഞാനിങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇനിയിപ്പോ ഇവിടെ എവിടെയെങ്കിലും നോക്കണം. ഞാൻ ഉപദേശിക്കുന്നു എന്ന് വിചാരിക്കരുത്. ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം വിലപ്പെട്ടതാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ കിട്ടിയ ഈ കുഞ്ഞ് അതിലും വിലപ്പെട്ടതല്ലേ? ചേട്ടന് കാറ് വേണോ? എന്തിനാ? കുഞ്ഞിന് വേണ്ടി ചിലതൊക്കെ വാങ്ങിക്കാനുണ്ട്. ആ, കാർ എടുത്തോളൂ. എനിക്ക് ജീപ്പുണ്ട്. ഞങ്ങൾ വല വീശിയിട്ടുണ്ട്. കുറ്റവാളികൾ താമസിയാതെ കുടുങ്ങും. എന്താ, വിശ്വാസമായില്ലേ? ഉണ്ട്. പക്ഷേ എന്ത് പക്ഷേ? ഞാൻ നിയമം പഠിച്ചിട്ടില്ല ബാലേന്ദ്ര. പക്ഷേ നമ്മുടെ നിയമങ്ങൾക്കെല്ലാം പഴുതുകളുണ്ട്. അതുവഴി കൊലപ്പുള്ളികളും കൊള്ളക്കാരും രക്ഷപ്പെടും. ഇവർ രക്ഷപ്പെടില്ല. ബാലചന്ദ്രന്റെ കഴിവുകൾ മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. പക്ഷേ ആ കഴിവുകൾ രാഷ്ട്രീയക്കാരുടെ പിടിയിൽ അമർന്നു പോകാതെ നോക്കണം. ബാലചന്ദ്രൻ അതിന് കിട്ടില്ല. എനിക്ക് IPS തന്നത് രാഷ്ട്രീയക്കാരല്ല. തലശ്ശേരിയിൽ നടന്ന കൂട്ടക്കൊലയിലെ പ്രതികളെ ബാലചന്ദ്രൻ അറസ്റ്റ് ചെയ്തില്ലേ? എന്നിട്ട് എന്തായി? ഐ എം സോറി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓ, അത് മറന്നുപോയല്ലോ. ഒരു ചക്കര ഉമ്മയാണ് ഫീസ്. ഇങ്ങോട്ട് അടുത്ത് വാ. ഓ, ചുമ്മാതെയാ. എനിക്ക് തരാന്ന് പറഞ്ഞേ കൊടുക്കുന്ന മുഴുവൻ മമ്മിക്കാ.